അറ്റ്ലീസ്റ്റ് എന്ത് പറ്റിയെന്നെങ്കിലും പറഞ്ഞൂടെ? ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട്. മനു എത്ര പ്രാവശ്യമാണെന്നറിയോ ലൈബ്രറിയിൽ അന്വേഷിച്ചു വന്നത്? ഇതാ എനിക്ക് ഇഷ്ടമാകാത്തത്. എന്തെങ്കിലും ഒന്ന് പറ. നീ എന്തിനാ മനുവിനെ അവോയ്ഡ് ചെയ്യുന്നേ? ഞാൻ ആരെയും അവോയ്ഡ് ചെയ്യുന്നില്ല. എന്നാ പിന്നെ അയാളെ കണ്ടെന്ന് സംസാരിച്ചൂടെ? അല്ലെങ്കിൽ ഇത്രയധികം ക്ലോസ് ആവരുതായിരുന്നു, അയാളുടെ ഹിസ്റ്ററി ഒക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട്. എനിവേ, ഞാൻ പോവുകയാണ്. അയാളെ കാണണോ വേണ്ടയോ എന്നുള്ളത് നീ തീരുമാനിച്ചോ. ഞാൻ ഫോഴ്സ് ചെയ്യുന്നില്ല. എന്തേ കണ്ടില്ല? ഞാൻ എത്ര ദിവസം വെയിറ്റ് ചെയ്തെന്നറിയോ? ഒന്ന് ഫോണെങ്കിലും ചെയ്യായിരുന്നു അമ്മൂന്. എന്തു പറ്റി? ആകെ ഗ്ലൂമി ആണല്ലോ. എന്താ ഉണ്ടായേ? അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. മനുവിന് രേവതി അറിയോ? എല്ലാം പറയാൻ വേണ്ടിയാണ് അന്ന് ഞാൻ അമ്മൂനെ വിളിച്ചത്. ഇനിയിപ്പോ ഞാൻ നിരപരാധിയാണെന്ന് ആരെയും വിശ്വസിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ഈ ഒരൊറ്റ കാര്യത്തിനു വേണ്ടി വളരെയധികം പീഡനങ്ങൾ അനുഭവിച്ചവനാണ് ഞാൻ. പോലീസ് സ്റ്റേഷൻ, കോടതി, എനിക്ക് വേണ്ടി ചേട്ടൻ വളരെയേറെ കഷ്ടപ്പെട്ടു. ഒടുവിൽ മാനസിക രോഗി എന്ന കാരണത്തിലാണ് ശിക്ഷയിൽ നിന്ന് എന്നെ ഒഴിവാക്കിയത്. സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും ഭ്രാന്തനായി കഴിഞ്ഞിരുന്നു. എൻ്റെ ജീവിതത്തിലെ 2 വർഷം എൻ്റെ ഓർമ്മകളിലില്ല. ഭ്രാന്താശുപത്രിയുടെ ഏതോ ഇരുണ്ട മുറിയിൽ ഒരു പുതിയ മനുഷ്യനായി, ജീവിതമായി എന്ന് ആശ്വസിച്ചിരിക്കുമ്പോഴാണ് ഹരിയെ ഞാൻ വീണ്ടും കണ്ടത്. ഒരിക്കൽ കൂടി മനസ്സിൻ്റെ താളം തെറ്റുമോ എന്ന് ഞാൻ ഭയന്നു. ഹരി പാവമാണ്. ഞാനാണത് ചെയ്തതെന്ന് നാം വിശ്വസിക്കുന്നു. സത്യം അവനെ മനസ്സിലാക്കിപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ല. പണ്ട് നിസ്സാര കാര്യങ്ങൾക്ക് വരെ ഞങ്ങൾ പിണങ്ങിയിരുന്നു. ഇതൊരു നിസ്സാര കാര്യമല്ലല്ലോ അവന്. സ്വന്തം പെങ്ങളുടെ മരണത്തിന് കാരണക്കാരനെ അവൻ ഇഷ്ടപ്പെടേണ്ടതില്ല. അമ്മൂന് അവൻ പറയുന്നത് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ അമ്മുവാണ് എന്നെ തിരിച്ചറിഞ്ഞത്, മനസ്സിലാക്കിയത്. ഇനി അമ്മു കൂടി എനിക്ക് നഷ്ടപ്പെട്ടാൽ ഇത്ര പെട്ടെന്ന് എന്താണോ ഇങ്ങനൊരു തീരുമാനം? എന്തെങ്കിലും ഒന്നും ആകാതെ? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. നാട്ടിൽ നിന്ന് വന്നിട്ട് കുറെ നാളായില്ലേ, പിന്നെ വെങ്കിടി തിരിച്ചു വരാനും വൈകും. എന്തായാലും കൈ കിട്ടിയ പണി കളഞ്ഞ മണ്ടത്തരായി പോയി. തനിക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറ. ഇനി അതുകൊണ്ടാണ്. അയ്യോ, ഒരിക്കലും ഇല്ല. ഇപ്പൊ തന്നെ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. ആ കാശ് പോലും തിരിച്ചു തരാൻ എനിക്ക് പറ്റിയിട്ടില്ല. താൻ ചുമ്മാ സെന്റിമെന്റിലാകാടൂ. തന്റെ അച്ഛനോട് എനിക്കുള്ള കടപ്പാട് ഓർക്കുമ്പോ ഇതൊക്കെ വെറും. പോയിട്ടോ. വരുന്നതിന് മുമ്പ് ഒരു കത്തയക്കാൻ മറക്കണ്ട. ഞാൻ സ്റ്റേഷന് വരാം. ഇനി പെട്ടി പോയി തുണി പോയിന്നും വരരുതല്ലോ. പിന്നെ രാഘവനോട് എന്റെ സ്നേഹാന്വേഷണം പറഞ്ഞേക്കണം. Tomorrow evening. ഞാൻ എത്ര പറഞ്ഞിട്ടും നിനക്ക് മനസ്സിലാവുന്നില്ല അല്ലേ? നീ ശരിക്കും അവന്റെ ട്രാപ്പിൽ പെട്ടു കഴിഞ്ഞു. ഹരി മനുവിനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. തെറ്റിദ്ധാരണ എനിക്കല്ല, നിനക്കാ. അമ്മുവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാനീ പറയുന്നത്. അപകടം പറ്റുന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട്. ഹരിക്ക് മനുവിനെ മനസ്സിലാകാഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. അവനെ ന്യായീകരിക്കാൻ വേണ്ടി നീ എന്നോടും പറയണമെന്നില്ല. കോളേജിൽ വെച്ച് എന്റെ പെങ്ങളെ കൊന്നതും ജയിലിലായതും പണവും സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെട്ടതും എല്ലാം എന്റെ തെറ്റിദ്ധാരണ തന്നെ. സമ്മതിക്കുന്നു. പ്ലീസ് ഒന്ന് നിർത്ത് ഹരി. ദേ നോക്ക്, നിനക്ക് വേണ്ടി ഇനിയും രക്ഷപ്പെടാം. ഒരുപക്ഷെ അതിനുള്ള അവസാനത്തെ അവസരമായിരിക്കും ഇത്. രക്ഷപ്പെടണ്ട. സോറി.
ഞങ്ങൾ അത്രത്തോളം അടുത്തു കഴിഞ്ഞു, എല്ലാ രീതിയിലും. ഞാനിവിടെ ഉള്ളപ്പം അവൻ ഇവിടെ കാണില്ല, അവനിവിടെ ഉള്ളപ്പം ഞാനും. ചുരുക്കി പറഞ്ഞ ഞങ്ങൾ നമ്മൾ കണ്ടിട്ട് ദിവസങ്ങൾ കുറയായി. നാളെ പോകുന്നതിന് മുമ്പ് എനിക്ക് അവനെ കണ്ടേ പറ്റൂ. അത്യാവശ്യമാണെങ്കിൽ എഴുതി തന്നാ മതി, ഞാൻ കൊടുക്കാം. അത് നേരിട്ട് പറയേണ്ട കാര്യമാണ്. ഗോപനായതുകൊണ്ട് പറയുക, അവന്റെ ചേട്ടൻ എന്ന നിലയ്ക്ക് പറയാൻ പാടില്ലാത്തതും. സിറ്റിയിലെ ഏതെങ്കിലും ഹോട്ടലിലോ ബാറിലോ നോക്കിയാൽ മതി. കൂട്ടുകാരനെ കാണുകയാണെങ്കിൽ ഈ ശീലങ്ങളൊക്കെ ഒന്ന് മാറ്റാൻ പറയണം. ആഹാ, നീ ഇതെപ്പോ വന്നു? ഞാൻ വന്നിട്ട് 2 ആഴ്ചയായി. എന്നിട്ട് ഇതുവരെ ഇങ്ങോട്ടൊന്നും വരാൻ തോന്നിയില്ല. കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു. ഇപ്പോഴെങ്കിലും ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ നാളെ പോവാ. നിന്നോട് അല്പം സംസാരിക്കാനുണ്ട്. എന്നാ വാ, അകത്തോട്ടിരിക്കാം. വേണ്ട, നമുക്ക് പുറത്തെവിടെയെങ്കിലും പോവാം. നിന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് മനസ്സമാധാനത്തോടെ തിരിച്ചു പോകാൻ പറ്റില്ലായിരുന്നു. ജോർജിന്റെ ഡെഡ് ബോഡിയുമായിട്ടാണ് ഞാൻ കുവൈത്തിൽ നിന്ന് വന്നത്. ഏത് ജോർജ്? ആ ഡ്രഗ് അഡിക്റ്റ്, ഹോസ്റ്റലിലെ എന്റെ പഴയ റൂംമേറ്റ്. ആക്സിഡന്റ് ആയിരുന്നു. ട്രക്കും കാറുമായി ക്രാഷ്. സ്പോട്ടിൽ വെച്ച് തന്നെ മരിച്ചു. ഞാൻ എത്തുമ്പോ മുഖം തിരിച്ചറിയാൻ വയ്യാത്ത വിധം വികൃതമായിരുന്നു. മനുവിന് ഓർമ്മയില്ലേ രേവതിയുടെ ആ മുഖം? ഇത് പറയാനാണോ നീ എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്? അതെ. ഇനിയെങ്കിലും ഞാനത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന ഒരു തെറ്റായിരിക്കും. എനിക്ക് മാത്രം അറിയാവുന്ന ഒരു സത്യമുണ്ടായിരുന്നു. ജോർജിന് രേവതിയോടുള്ള താല്പര്യം. നീ എവിടെ പോവാ? കോളേജിലോട്ട്. എന്തിന്? അവളെ കാണാൻ. ആരെ? രേവതി. അവളെ ഇപ്പൊ തന്നെ കാണണമെന്ന് എന്താ എത്ര നിർബന്ധം? കാര്യമുണ്ട്. നീ ഈ പെത്തടിനും കുന്തമൊക്കെ അടിച്ചോണ്ട് വല്ലവനുമായിട്ട് കയറി അലമ്പുണ്ടാക്കും. പിന്നെ ഞാൻ തന്നെ വരണം ഊരാൻ. നീ അവിടെ ഇരി. ഒരു കുഴപ്പമില്ല. പലപ്പോഴും പറയാൻ ശ്രമിച്ചിട്ടുള്ളതാണ്, പക്ഷെ കഴിഞ്ഞിട്ടില്ല. കുറെ കാലമായി. ജോർജ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് അത് പറയണമെന്നില്ല. എന്റെ മനസ്സിലുള്ളത്. തന്റെ മനസ്സിലുള്ളത് പറയാൻ മറ്റാരെങ്കിലും അന്വേഷിക്കും. എന്റെ മനസ്സിലുള്ളത് ഞാൻ പറയും. എനിക്ക് തന്നെ ഇഷ്ടമാണ്. എനിക്കിഷ്ടമല്ല. ഒന്ന് പോകാവോ ഇവിടുന്ന്? അന്ന് ഞാൻ അവനെ രക്ഷപ്പെടുത്തി. ഒരു ആത്മാർത്ഥ സുഹൃത്തിന് വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ ഉപകാരം. അതിന്റെ മുഴുവൻ പീഡനങ്ങളും മനുവാണ് അനുഭവിക്കുന്നതെന്ന് അറിഞ്ഞപ്പോ എന്റെ കുറ്റബോധം കൂടി തുടങ്ങി. പലപ്പോഴും സത്യം പുറത്തു പറയാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ജോർജ്, അവൻ എന്റെ വീക്ക്നെസ് ആയിരുന്നു. ഇനി ഇത് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. എന്നാലും മനു
ഹരി, ഞാൻ പറയുന്നത് ഒരു നിമിഷം മുമ്പ് ഇതെല്ലാം അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ക്രിട്ടിക്കൽ സ്റ്റേജ് കഴിഞ്ഞു. ഇനി പേടിക്കാനില്ല. ആരും ശല്യപ്പെടുത്താതിരിക്കുന്നതാണ് നല്ലത്. നിർബന്ധമാണെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്കകത്ത് പോയി കാണാം.